പി.കെ. ശശിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഒറ്റപ്പാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം ആക്കി മാറ്റുന്നത്. ഇപ്പോൾ CV അനുമോദ് കൂടി ചേരുകയാണ്. അനുമോദ്, പൊതുവിൽ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട് മൂന്ന് മുന്നണികളും. അവരുടെ പ്രതീക്ഷകൾ അങ്ങേയറ്റം എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ് അവിടെ ഒരു മത്സര ചിത്രം? പൊതുവിൽ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, ഇടതുപക്ഷത്തിന് ഏറെ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് ഒറ്റപ്പാലം. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അത് അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിലവിലെ വികസന പ്രവർത്തനങ്ങൾ തുടർച്ച എന്ന തരത്തിൽ തന്നെ പ്രചാരണം നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അവിടെ ഒരു മത്സരത്തിന്റെ ചിത്രം ശക്തമായിട്ട് വരുന്നത് തന്നെ പി.കെ. ശശിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയാണ്. അദ്ദേഹം നേരത്തെ ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാവായിരുന്നു, ആ മേഖലയിൽ സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ UDFന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണക്കാക്കുന്നത് ഇടതുപക്ഷത്തിലെ വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുമോ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഒറ്റപ്പാലത്ത് മാത്രമല്ല തൃത്താല മുതൽ ആലത്തൂരും ചിറ്റൂരും മണ്ണാർക്കാടും എല്ലാം തൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഒറ്റപ്പാലത്ത് വ്യക്തിബന്ധങ്ങൾ കേന്ദ്രീകരിച്ച് താൻ നടത്തിയ പ്രവർത്തനങ്ങൾ, തൻ്റെ ഇത്രയും കാലത്തെ ബന്ധങ്ങൾ, അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് നേരിട്ട് പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി നൽകാൻ തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒറ്റപ്പാലത്ത് സാധിക്കുമെന്ന് പി.കെ. ശശി ആവർത്തിച്ച് പറയുന്നു. മറുവശത്ത് പ്രേംകുമാർ പറയുന്നത് ഇടതുപക്ഷത്തിലെ കുറച്ച് വോട്ടുകളൊക്കെ ഒരു പക്ഷേ പി.കെ. ശശിക്ക് നേടാൻ സാധിച്ചേക്കും. പക്ഷേ അതിലുമധികം വോട്ടുകൾ UDFൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് പി.കെ. ശശി കാരണം എത്തുമെന്നാണ്. അതായത് പി.കെ. ശശിയെ UDFൽ ഉൾപ്പെടുത്തിയതിൽ എതിർപ്പുള്ളവർ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെ വോട്ട് ചെയ്യും. അത് ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന വോട്ടുകളെക്കാൾ അധികമായിരിക്കുമെന്നാണ് അഡ്വക്കേറ്റ് പ്രേംകുമാറിന്റെ ആത്മവിശ്വാസം. അതേപോലെ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് നടത്തുന്നത്. മൂന്നാമത്തെ പ്രധാന പോരാട്ടത്തിൽ നിൽക്കുന്നത് NDA തന്നെയാണ്. മേജർ രവിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലങ്ങളിലൊന്നായിട്ട് ഒറ്റപ്പാലം മാറിയിട്ടുണ്ട്. അദ്ദേഹം വളരെ നേരത്തെ പ്രചരണത്തിൽ സജീവമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ അവിടെയും NDA ക്യാമ്പിലെല്ലാം അത്ര സുരക്ഷിതമല്ല എന്ന തരത്തിൽ തന്നെയാണ് പല വാർത്തകളും പല പ്രചരണത്തിൻ്റെ പല സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോയിരുന്ന NDA അല്പം മന്ദഗതിയിലായിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെ വിലയിരുത്തലുണ്ട്. അവിടെ BJPയെ സംബന്ധിച്ച് 25,000-ലേറെ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. ആ വോട്ടുകൾ വിജയത്തിനടുത്തെത്തിക്കാൻ മേജർ രവിയുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്നാണ് പ്രധാനമായിട്ടും BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും BJP ക്യാമ്പ് മേജർ രവിയുടെ കൂടെ ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മറ്റൊരു തരത്തിലുള്ള സംശയം നൽകുന്നത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചപ്പോൾ യുദ്ധത്തിൽ ശത്രുവിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി, പക്ഷേ ഈ ഒരു പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവരെയും പിന്നിൽ നിൽക്കുന്നവരെയും ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുനവയ്ക്കുന്നത് സ്വന്തം ക്യാമ്പിലേക്ക് അകത്തു തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ ഒരു പ്രശ്നം NDA ക്യാമ്പിൽ ഉള്ളതായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമുള്ള മണ്ഡലം തന്നെയാണ് ഒറ്റപ്പാലം. പക്ഷേ പി.കെ. ശശിയുടെ അത്ഭുതം അവിടെ ഉണ്ടാകുമോ? പി.കെ. ശശിയുടെ എഫക്റ്റ് എങ്ങനെയാകും ഈ മണ്ഡലത്തിൽ നിലവിലെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. അഭിലാഷ്. യെസ്, തീർച്ചയായും പി.കെ. ശശിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ഒറ്റപ്പാലത്തെ ഇത്തവണത്തെ പ്രത്യേകത. സൂചിപ്പിക്കുന്ന പോലെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ ഇത്തവണയും പുലർത്തുന്ന മണ്ഡലമാണ്. പക്ഷേ ശശിക്ക് വ്യക്തിപരമായ വോട്ടുകൾ നേടാൻ സാധിക്കുമോ? കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി ശശിയിലേക്ക് തന്നെ എത്തുമോ? ഇത്തരം സംശയങ്ങൾ കൂടിയാണ്. ഒപ്പം മേജർ രവി അവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ആരുടെയൊക്കെ വോട്ടുകൾ ആണ് മേജർ രവി അപഹരിക്കുക? അതും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.